അനശ്വര നടൻ സത്യനെക്കുറിച്ചുള്ള ഓരോ സിനിമകൾ കാണുമ്പോഴും അരനൂറ്റാണ്ട് മുമ്പ് മലയാള സിനിമയുടെ ശൈശവദശയിൽ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും വിസ്മയിപ്പിക്കുകയാണ്. മെത്തേഡ് ആക്ടിംഗ് എന്താണെന്ന് മെഗാസ്റ്റാർ മമ്മൂക്ക പോലും സത്യനെ ഒരു പാഠപുസ്തകമാക്കിയിട്ടുണ്ടാവും ഉറപ്പ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സത്യൻ്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡുകൾ നേടിക്കൊടുത്ത കടൽപ്പാലം, കരകാണക്കടൽ എന്നീ സിനിമകളെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 1971 പുറത്തിറങ്ങിയ ചിത്രമാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. തകഴിയുടെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മഞ്ഞിലാസിൻ്റെ ബാനറിൽ MO ജോസഫും സംവിധായകൻ KS സേതുമാധവനുമാണ്. നായകൻ സത്യനും. ഈ ഒരു കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല സിനിമകൾ അന്ന് മലയാള സിനിമയിൽ ഇറങ്ങി. കാണുന്തോറും കൂടുതൽ കാണാനും അറിയാനും പ്രേരിപ്പിക്കുന്ന സിനിമകൾ. അവ ഓരോന്നും കണ്ടു തീർക്കാനുള്ള യാത്രയിലാണ് ഞാനും. സിനിമയെ സ്നേഹിക്കുകയും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് അവഗണിക്കാൻ കഴിയാത്ത സിനിമകൾ. കടൽപ്പാലത്തിലെ നാരായണ കൈമളയെയും കരകണക്കടലിലെ തോമയെയും കവച്ചു വയ്ക്കുന്നു അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ. എന്തുകൊണ്ട് അതിന് അവാർഡ് കിട്ടിയില്ല എന്ന അതിശയം തോന്നുന്നു. മൂന്ന് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ ഭാവങ്ങളും ചലനങ്ങളും നോട്ടങ്ങളും എല്ലാം ഉള്ള 3 വ്യത്യസ്ത വ്യക്തികൾ. അതും എത്ര അനായാസമായി ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ അടുക്കും തോറും ഈ മനുഷ്യൻ നമ്മളെ കൂടുതൽ വിസ്മയിപ്പിക്കുകയാണ്. പകലന്തിയോളം അണക്കെട്ടുകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പച്ചയായ ജീവിതമാണ് നമ്മൾ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ കാണുന്നത്. പട്ടിണിയും അർദ്ധപട്ടിണിയുമായി ജീവിക്കുന്നവർ, അവരെ ചൂഷണം ചെയ്യുന്ന മുതലാളിമാർ, അവരോടുള്ള കലിപ്പും എതിർപ്പും തൊഴിലാളി നേതാവായ ചെല്ലപ്പനെ ഒരു മുരടനാക്കി മാറ്റിയോ. അയാൾക്ക് ഒന്നിനോടും ഒരു മമതയുമില്ല. കൊച്ചുമകൾ മാത്രമാണ് അയാളെ അല്പമെങ്കിലും തണുപ്പിക്കുന്നത്. കള്ളുകുടിയനും പരിശ്രീബന്ധം പുലർത്തുന്നവനും ഭാര്യയെ ദ്രോഹിക്കുന്നവനുമായാലും അയാളുടെ ഉള്ളിലെ വിങ്ങലുകൾ നമ്മുടേതു കൂടി ആവുന്നുണ്ട്. വളരെ തന്മയത്വത്തോടെ അനായാസമായി സത്യൻ അഭിനയിച്ച് ഫലിപ്പിച്ച ചെല്ലപ്പൻ. ചില നോട്ടങ്ങളും ഭാവങ്ങളും ചുണ്ടിൻ്റെ കോണിൽ വിടരുന്ന ചിരിയുമൊക്കെ, പ്രത്യേകിച്ച് KPC ലളിതയുമായിട്ടുള്ള സീനുകളൊക്കെ. സ്നേഹം കൊതിക്കുന്നുണ്ട് ചെല്ലപ്പൻ. പാർവതിയുടെ അച്ഛനും അമ്മയും നൽകുന്ന സ്നേഹം അയാൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഭാര്യയുമായി ഒത്തുപോകാൻ അയാൾക്ക് കഴിയുന്നില്ല. അവളുടെ സൗന്ദര്യം, ഉടുത്തൊരുങ്ങലുമൊക്കെ അയാളെ അസ്വസ്ഥനാക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വികാര നിർഭരമായ മുഹൂർത്തങ്ങൾ ഉള്ള സിനിമ. യാതൊരുവിധ അതിഭാവുകത്വമില്ലാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു. KPS ലളിതയും ബഹദൂറും ശങ്കരാടിയും ഫിലോമിനയും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഗോപാലനും ഭവാനിയുമായിട്ടുള്ള ബന്ധവും ഭവാനിയുടെ മാനസിക നിലയും അവളുടെ മാനസിക സംഘർഷങ്ങളും എല്ലാം ഷീല മനോഹരമാക്കി. ഗോപാലനായി നസീറും തൻ്റെ റോളിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുവരെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന തോന്നലാണ് എനിക്കുണ്ടായത്. സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. മറ്റൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. നമ്മുടെ മമ്മൂക്ക ആദ്യമായി വെള്ളിത്തിരയിൽ മുഖം കാണിച്ച സിനിമയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. സത്യൻ്റെ അവസാന സിനിമയും. എന്താ അല്ലേ, അന്ന് ആരെങ്കിലും ഓർത്തു ഇത് ഒരു യുഗത്തിൻ്റെ അവസാനവും മറ്റൊരു യുഗത്തിൻ്റെ തുടക്കവുമാണെന്ന്? കാലമെന്ന യവനികയ്ക്കുള്ളിൽ എന്തൊക്കെ നടക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.